സ്നേഹമുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ മൊത്തത്തിൽ ഒന്ന് പിടിച്ചു കുലക്കിയ ഒരു സംഭവമാണ്. അഹമ്മദാബാദിലെ ആ വിമാന ദുരന്തം. 242 യാത്രക്കാരുമായിട്ട് പുറപ്പെട്ട ആ വിമാനം പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് പതിക്കുകയും ആ 242 പേരിൽ 241 പേർ മരണപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന കുറച്ച് പേര്, അതുപോലെ അവിടുത്തെ പ്രദേശവാസികൾ, അങ്ങനെ 294 പേരോളം മരണപ്പെട്ട ഒരു സംഭവമായി അല്ലെങ്കിൽ ഒരു ദുരന്തമായിട്ട് മാറിയ ഒരു കാര്യമാണ് അഹമ്മദാബാദിലെ ആ വിമാന ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ മതിയാകും. കാരണം ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടെ യാത്ര തിരിച്ച ആളുകളല്ലേ അവർ. എന്താണ് ദൈവം ഇത്രമാത്രം ക്രൂരനായിട്ട് മാറിയത്? വലിയൊരു ക്രൂരതയല്ലേ അവിടെ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും കുരിശ് വരച്ചുകൊണ്ടാണ് ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ കുരിശ് വരച്ച് ആരംഭിച്ച എത്രയോ ആളുകൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അതേസമയം കുറേ പേര് പറയുന്നുണ്ട്, ഈ യാത്രയിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളോടെ കുടുംബത്തിൻ്റെ ഭാരവും ഏറിക്കൊണ്ട് യാത്ര ചെയ്ത ആളുകളില്ലേ, അവർ കാത്തിരിക്കുന്ന ഒരു കുടുംബം, അതിനെക്കുറിച്ച് ദൈവം ചിന്തിച്ചില്ലല്ലോ. പല കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ടവരായിരുന്നു അവരോരോരുത്തരും. പക്ഷേ അവരുടെ എല്ലാം ജീവൻ പൊലിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഇനി അവരുടെ പാപനിമിത്തമാണോ? നമ്മൾ പലപ്പോഴും ആ ഒരു തലത്തിലാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. നമ്മൾ ബൈബിളിൽ പോലും കാണുന്ന ഒരു കാര്യമാണ്, ഇവൻ മൂകനായി മാറിയത് അവൻ്റെ പാരൻസ് ചെയ്ത പാപനിമിത്തമാണോ, അതോ അവൻ്റെ തന്നെ പാപനിമിത്തമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ദുരന്തം സംഭവിച്ചത്? പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അപകടം എന്ന് പറയുന്നത് പെട്ടെന്ന് ആകസ്മികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന് അതിൻ്റേതായ ഒരു പദ്ധതിയുണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ 241 പേർ മരണപ്പെട്ടപ്പോൾ ആ 241 പേർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച വേദന എന്തായിരിക്കാം? കാരണം പെട്ടെന്നുള്ള ആ ഒരു അപകടത്തിൽ അത് കത്തിച്ചാമ്പലാകുമ്പോൾ അവരുടെ ശരീരം വെന്ത് ഉരുകിയിട്ടുണ്ട് അല്ലേ? പലരുടെയും ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി DNA ടെസ്റ്റ് പോലും നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. കാരണം തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ പൂർണ്ണമായും മാറിപ്പോയിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ക്രൈസ്തവർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുക? പലപ്പോഴും വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. ദൈവം ഇല്ലെന്ന് പോലും സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നവർ പോലും ഈ സംഭവത്തെ എടുത്തുയർത്തി കാണിക്കാനുള്ള സാധ്യതകളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 14-ാം അധ്യായം 7-8 തിരുവചനങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്: നമ്മിൽ ആരും തന്നെ തനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, നാം മരിക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുന്നു. എന്തെന്നാൽ മരിച്ചാലും ജീവിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ആ ഒരു വചനം നമ്മളെപ്പോഴും ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതം അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. ഇപ്പോൾ ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിന്ന ഒരു വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് രഞ്ജിത എന്ന പെൺകുട്ടിയാണ് അല്ലേ? പത്തനംതിട്ടയിലെ പുല്ലാട് എന്ന സ്ഥലത്തുള്ള രഞ്ജിത എന്ന പെൺകുട്ടിയുടെ കാര്യം ആ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. UK തൻ്റെ ജോലിയിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ മേടിക്കാൻ, വിടുതൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി യാത്ര തിരിച്ച ഒരു പെൺകുട്ടിയാണ്. വരുന്ന 29-ാം തീയതി തൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചിലും അതുപോലെ ഗൃഹപ്രവേശനവും എല്ലാം തീരുമാനിച്ചുറച്ച് ആ പെൺകുട്ടി ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയുമായിട്ട് പോകുമ്പോൾ നാട്ടിൽ തിരിച്ചു വന്നിട്ട് വേണം ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ. അതിന് മുമ്പ് മറ്റു ജോലിയിൽ നിന്ന് ഒരു വിടുതൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ ഒരു പർപ്പസിന് വെറും 4 ദിവസത്തെ അവധിക്ക് വേണ്ടി നാട്ടിലെത്തിയ ഒരു പെൺകുട്ടിയാണ്. തിരിച്ച് അതിനു വേണ്ടി പോകുമ്പോൾ അവളുടെ കുടുംബം കാത്തിരിക്കുന്നുണ്ടാകാം. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയുമായിട്ടാണ് അവൾ പോയത്. തിരിച്ചു വരുമ്പോൾ ഒരുമിച്ച് പുതിയൊരു വീട്ടിൽ സുഖമായി വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെ സന്തോഷപൂർവ്വമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ പലർക്കും മെസ്സേജിലൂടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാം സംഭവിച്ചു പോകും. എയർ ഇന്ത്യ ഗ്രൂപ്പ് വെറുതെ ഇരുന്നില്ല. നമുക്കറിയാം, അവർ പറയുന്നുണ്ട് ആ മരിച്ചുപോയ എല്ലാ കുടുംബത്തിനും 1 കോടി വീതം ധനസഹായം നൽകും. അത് കേട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആ പ്ലെയിനിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ഒരുപക്ഷെ എനിക്ക് ആ തുക കണ്ടെത്തുവാൻ സാധിക്കില്ല, എൻ്റെ കുടുംബത്തിന് അതൊരു അത്താണിയായി മാറിയേനെ എന്ന് കമൻ്റ് ഇട്ടവരും അതിവിടെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാത്തിനും ദൈവത്തിൻ്റേതായ ഒരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആ ജീവൻ അവിടെ പൊലിഞ്ഞത് കൊണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിന് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയത്. നമ്മൾ അത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും വിളിക്കാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരായിരിക്കാൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക അല്ലേ? ഏത് നിമിഷം വേണമെങ്കിലും നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടോട്ടെ, നീ പ്രിപ്പയർ ചെയ്തിരിക്കുക. മരണത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായിട്ട് മാറുക.
അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഏത് നിമിഷം എൻ്റെ ജീവിതത്തിൽ മരണം സംഭവിച്ചാലും എനിക്ക് അവകാശപ്പെട്ട ആ നിത്യജീവൻ എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന ഒരു പ്രത്യാശ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കാരണം അതാണ് കർത്താവ് നമ്മോടും പറയുക. ഒരു കള്ളനെ പോലെ നിൻ്റെ ജീവിതത്തിലേക്ക് മരണത്തിൻ്റെ ദൂതം കടന്നു വരുമ്പോൾ നീ ഒരുക്കമുള്ളവനായിട്ട് മാറുക. ക്രൈസ്തവ സഭ നമ്മളെ പ്രാപ്തരാക്കുന്നതും അതിനു വേണ്ടിയാണ്. നിൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും മരണം കടന്നു വരാം, അവിടെ ഒരുക്കമുള്ളവരായിട്ട് മാറുക. ഇതിനെ ഒരു ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് എൻ്റെ പാപനിമിത്തമല്ല, മറ്റുള്ളവരുടെ പാപനിമിത്തമല്ല, അതിലൂടെ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. ആ ഒരു രീതിയിൽ മാത്രം അതിനെ എടുത്തുകൊണ്ട് അതിൽ പൊലിഞ്ഞ ഓരോ ജീവൻ്റെയും ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം അത് വലിയ വേദനയാണ്. പല വീഡിയോസിലും നമ്മൾ കാണുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ എത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുന്നു. കാരണം അവരുടെ ജീവിതത്തിലെ ആകെ പ്രതീക്ഷയായ ഒരു വ്യക്തിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ഓർക്കുക, അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും നമുക്ക് പ്രാർത്ഥനയിലൂടെ അവരുടെ വേദനയിൽ പങ്കുചേരാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ അവരെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെക്കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ്, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ നിമിഷമെല്ലാം ദൈവത്തെ പഴിക്കാതെ, ദൈവത്തെ ശ്രമിക്കാതെ, ദൈവത്തിന് അകന്നു പോകാതെ വിശ്വാസത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ പരിശ്രമിക്കുക. ദൈവത്തിന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട നിത്യജീവന് വേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.